ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രൺധീർ സിംഗ്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉത്തരം മോഹൻലാൽ. വിയറ്റ്നാമിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം യാഗി. കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം കെ-ഷോപ്പി. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങി 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തരം ശ്രീലങ്ക. കേരളത്തിൽ സ്മാർട്ട് നഗരം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരിയിൽ. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സർവകലാശാല ഏത്? ഉത്തരം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. പി.ടി. ഉഷ 400 മീറ്റർ ഹർഡിൽസിൽ സ്ഥാപിച്ച 39 വർഷത്തെ റെക്കോർഡ് തിരുത്തിയത് ആരാണ്? ഉത്തരം വിദ്യാ രാംരാജ്. അടുത്തിടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ചലച്ചിത്ര നടനാര്? ഉത്തരം സിദ്ദിഖ്. ജോർദാനിൽ നടക്കുന്ന ലോക അണ്ടർ-17 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ ഗുസ്തി താരം ആര്? ഉത്തരം സായ്നാഥ്. പാരാലിമ്പിക്സിൽ തുടർച്ചയായി സ്വർണം നേടിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം ജാവലിൻ ത്രോ താരമായ സുമിത് ആൻഡിൽ. മണ്ണിൻ്റെ കനവും പ്രദേശത്തിൻ്റെ നിരപ്പും കണക്കിലെടുത്ത് അവിടെ എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്ന് കണക്കാക്കുന്നതിനായി കേരള സർവകലാശാല രൂപം നൽകിയ മൊബൈൽ ആപ്പ് ഏത്? ഉത്തരം ഫ്ലിപ്പ് കെ. 2024 സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആര്? ഉത്തരം ബംഗ്ലാദേശ്. കർഷകരെ ബോധവൽക്കരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൻ്റെ മാതൃകയിൽ ആരംഭിക്കുന്ന പ്രതിമാസ പരിപാടി ഏത്? ഉത്തരം കിസാൻ കി ബാത്ത്. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? ഉത്തരം കാർത്തിക് വെങ്കിട്ടരാമൻ. ചൊവ്വാഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ കാരണമായ ഭൂഗർഭജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഏത് ബഹിരാകാശ ഏജൻസിയാണ്? ഉത്തരം നാസ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ. വംശനാശ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. കർഷകരെ സഹായിക്കാൻ കൃഷിസ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഡ്രോൺ ശ്രീ. വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഏത്? ഉത്തരം ഗുഡ. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ എയ്റോ വിഭാഗത്തിൽ ഡയറക്ടർ ജനറലായി നിയമിതയായത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ.
മുസ്ലിങ്ങളുടെ വിവാഹമോചനം എന്നിവ സർക്കാരിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കുന്ന ബിൽ നിയമസഭയിൽ പാസാക്കിയ സംസ്ഥാനമേത്? ഉത്തരം ആസാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ബഹിരാകാശത്തിൻ്റെ അതിരായ കാർബൺ രേഖ കടന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ 21 വയസ്സുകാരി ആര്? ഉത്തരം കാഴ്സൺ കിച്ചൺ. ലോകത്തിലെ ആദ്യത്തെ എക്കോ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം സൗദി അറേബ്യയിലെ നിയോം. 2024 ആഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന യൂറോപ്യൻ രാജ്യം ഏത്? ഉത്തരം ക്രൊയേഷ്യ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ജയ്ഷാ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി ഏതാണ്? ഉത്തരം ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീം. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി ആരാണ്? ഉത്തരം പി അനിൽകുമാർ. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം നശ്മുക്ത് ഭാരത് അഭിയാൻ. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഏതാണ്? ഉത്തരം ഫ്രഷ് ബൈറ്റ്സ്. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരാണ്? ഉത്തരം മോഹൻലാൽ. 2024 ആഗസ്റ്റിൽ പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം സത്യപ്രകാശ് സാങ്വാൻ. തമിഴ്നാട്ടിൽ പുതുതായി ആരംഭിച്ച തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം സിനിമാ നടൻ വിജയ്. ICC വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ഉത്തരം വയനാട്ടുകാരിയായ സജന സജീവനും തിരുവനന്തപുരംകാരിയായ ആശാ ശോഭനയും. അടുത്തിടെ ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തെത്തിയ അമൻ ഷെറാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗുസ്തി. 2024 ഓഗസ്റ്റിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച വ്യക്തി ആരാണ്? ഉത്തരം രഞ്ജിത്ത്. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഡ്രീം വെസ്റ്റർ. 2024 വേൾഡ് ക്രാഫ്റ്റ്സ് കൗൺസിലിൻ്റെ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യയിലെ നഗരം ഏതാണ്? ഉത്തരം ശ്രീനഗർ.
ആഭ്യന്തര കലാപം രൂക്ഷമായതോടെ സ്ഥാനമൊഴിയൽ പ്രഖ്യാപിച്ച ഫുമിയോ കിഷിദ ഏതു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ജപ്പാൻ. ക്ലൗഡ് ടെലിഫോണി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ഉത്തരം KCB. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം ഇറ്റലിയുടെ യാനിക് സിന്നർ. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ഉത്തരം ബെലറൂസിൻ്റെ ആര്യാന സബലേങ്ക. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം ഷീബോക്സ്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലമേത്? ഉത്തരം മറവൻ തുരുത്തിൽ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? ഉത്തരം 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും അടക്കം 29 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഒന്നാം സ്ഥാനത്ത് ചൈനയും 2ാം സ്ഥാനത്ത് ബ്രിട്ടനും 3ാം സ്ഥാനത്ത് അമേരിക്കയും. ഇന്ത്യയുടെ സ്ഥാനം 18ആണ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയത് ആരാണ്? ഉത്തരം ദീപ്തി ജീവൻജി. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റൺ SL4 വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം സുഹാസ് യതിരാജ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ F56 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം യോഗേഷ് കതുനിയ. 2024 പാരാലിമ്പിക്സിൽ ബാഡ്മിൻ്റണിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം രാജസ്ഥാൻ്റെ നിതീഷ് കുമാർ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലും വനിതകളുടെ 200 മീറ്റർ T35 വിഭാഗത്തിലും വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രീതി പാൽ. അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം പ്രീതി പാൽ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം മനു ഭാക്കർ. പാരീസ് പാരാലിമ്പിക്സിൽ 2024 ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? ഉത്തരം അവ്നി ലേഖ്ന. 2024 പാരീസ് പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ സഖ്യം ഏതാണ്? ഉത്തരം രാകേഷ് കുമാർ ശീതൽ ദേവി സഖ്യം. അടുത്തിടെ IUCNൻ്റെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനം ഏതാണ്? ഉത്തരം നീലക്കുറിഞ്ഞി. അതിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ഇന്ത്യ.
തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിന് റഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യുവൽ പ്ലാന്റ് RDF സംസ്ഥാനത്ത് ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ഫോർച്യൂൺ ഗ്ലോബൽ 500 ലിസ്റ്റിൽ മുന്നിലെത്തിയ ഇന്ത്യൻ കമ്പനി ഏതാണ്? ഉത്തരം റിലയൻസ് ഇൻഡസ്ട്രീസ്. ആഗോളതലത്തിൽ 86ാമത് സ്ഥാനത്താണ് ഈ കമ്പനി. 9 ഇന്ത്യൻ കമ്പനികളാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം നാഗാലാൻഡ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പു രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ആശ്വാസകിരണം പദ്ധതി. അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ചു ഉപയോഗിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ്? ഉത്തരം മേഘദൂത് പദ്ധതി. പട്ടികജാതി വിഭാഗങ്ങളിലെ കൂടുതൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക സംവരണത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധി കൽപ്പിച്ചത് എന്നാണ്? ഉത്തരം 2024 ഓഗസ്റ്റ് 1. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ വ്യക്തി ആരാണ്? ഉത്തരം നട്വർ സിംഗ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി ഈയിടെ നിയമിതനായത് ആരാണ്? ഉത്തരം CS ഷെട്ടി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേതൃത്വ പരിശീലനം നൽകാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ തുടങ്ങിയ പദ്ധതി ഏതാണ്? ഉത്തരം പ്രതിഭാ പോഷൺ പദ്ധതി. 2024 ഓഗസ്റ്റിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 9-ലേക്ക് കുറയ്ക്കുന്നതിന് ബില്ല് ശുപാർശ ചെയ്ത രാജ്യം ഏത്? ഉത്തരം ഇറാഖ്. ഈ ഭേദഗതി നടപ്പിലായാൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സും ആൺകുട്ടികളുടെ വിവാഹപ്രായം 15 വയസ്സുമായിരിക്കും. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചിത്രകല. ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശന കേന്ദ്രങ്ങളായ പ്രധാനമന്ത്രി ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പുതിയ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട്. CH മുഹമ്മദ് കോയ എത്ര ദിവസമാണ് കേരള മുഖ്യമന്ത്രിയായത്? ഉത്തരം 54 ദിവസം. മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം ഫാത്തിമ ബീവി. കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കണ്ണൂർ.
12 ഗുണിക്കണം 27 ഗുണിക്കണം 92 ഗുണിക്കണം 70 ഗുണിക്കണം 0 ഗുണിക്കണം 40 ഗുണിക്കണം 75 ഗുണിക്കണം 47ൻ്റെ ഉത്തരം എത്രയാണ്? ഉത്തരം 0. ഇന്ത്യയുടെ രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. ദി ലീഡർ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ദാമോദർ നദി. ക്യാൻസറിൻ്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് എന്താണ്? ഉത്തരം CANCER. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമേത്? ഉത്തരം 1888. CH മുഹമ്മദ് കോയ മരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ആനന്ദ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം P. സച്ചിദാനന്ദൻ. 1919 ഗാന്ധിജി സ്ഥാപിച്ച പത്രമേത്? ഉത്തരം യങ് ഇന്ത്യ. 2024 ഓഗസ്റ്റിൽ ഭൂകമ്പമുണ്ടായ കിഷു ഐലൻഡ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജപ്പാൻ. കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിൻ്റെ പുതിയ കമ്മീഷണർ ആരാണ്? ഉത്തരം ഡോക്ടർ PT ബാബുരാജ്. വിശാലഗഡിനടുത്തു നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമേതാണ്? ഉത്തരം സെറോപീജിയ ശിവരായന. ഛത്രപതി ശിവജിയോടുള്ള ആദരസൂചകമായാണ് ഈ പേര് നൽകിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? ഉത്തരം ലഡാക്കിലെ കാർഗിലിൽ. ഈ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഉത്തരം മിത്രശക്തി 2024. ശ്രീലങ്കയിലാണ് ഇതിൻ്റെ വേദി. 2024 ഓഗസ്റ്റിൽ ഭൂകമ്പമുണ്ടായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം സിക്കിം. ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉൾപ്പെടെ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ ഏത്? ഉത്തരം ആയുഷ്മാൻ ഭവ. ലോക ആരോഗ്യ സംഘടനയുമായി ആരോഗ്യ സംരക്ഷണ കരാറിൽ ഏർപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ഉത്തരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നുള്ള ലഡാക്ക് മേഖലയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഉത്തരം പർവ്വത പ്രഹാർ 2024. പട്ടികജാതി പട്ടികവർഗങ്ങളെ ഉപവിഭാഗങ്ങളായി തിരിച്ച് സംവരണം നൽകാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് വിധി പുറപ്പെടുവിച്ചത് ഏത് കോടതിയാണ്? ഉത്തരം സുപ്രീം കോടതി. 2024 ഓഗസ്റ്റിൽ കാട്ടുതീ രൂക്ഷമായ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ഗ്രീസ്. അസമിലെ ആന മനുഷ്യ സംഘർഷം കുറക്കാനായി വികസിപ്പിച്ച ആപ്പിൻ്റെ പേരെന്താണ്? ഉത്തരം ഹാത്തി. സിയാച്ചിൻ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഇന്ത്യ പാകിസ്ഥാനുമായി നടത്തിയ
ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഉത്തരം മേഘദൂത്. 2024 ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിക്കുന്ന മലേഷ്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം അൻവർ ഇബ്രാഹിം. ഉത്തേജക വിരുദ്ധ ചട്ടം ലംഘിച്ചതിനെ തുടർന്ന് വിലക്ക് ലഭിച്ച ഇന്ത്യൻ പാരാലിമ്പിക്സ് താരം ആരാണ്? പ്രമോദ് ഭഗത്. ബാഡ്മിൻ്റൺ പാരാലിമ്പിക്സ് താരമാണ് പ്രമോദ് ഭഗത്. ചരിത്രപ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബറിൽ സർവമത സമ്മേളനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം വത്തിക്കാൻ. 1924 ആലുവ സർവമത സമ്മേളനം നടന്നത്. അന്നത്തെ വേദി ആലുവയിലെ അദ്വൈതാശ്രമമായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് പുറത്തിറക്കിയ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്തെ പൊതു സർവകലാശാലകളുടെ വിഭാഗത്തിൽ 9ാം സ്ഥാനം നേടിയ കേരളത്തിലെ സർവകലാശാലയുടെ പേരെന്താണ്? ഉത്തരം കേരള സർവകലാശാല. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഉത്തരം 71. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം ഹരിയാന സ്വദേശിയായ അമൻ ഷെറാവത്ത്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത്? ഉത്തരം 89.45 മീറ്റർ. സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? ഉത്തരം MBB തോമസ്. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം മികച്ച ജില്ലാ പഞ്ചായത്തായി എറണാകുളത്തെയും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയെയും മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മണിയിടും മികച്ച മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയും മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരവുമാണ്. CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ 2023 മികച്ച കർഷകനുള്ള CB കല്ലിങ്കൽ സ്മാരക കർഷകത്തോമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം CD രവീന്ദ്രൻ നായർ. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിത ഏതാണ്? ഉത്തരം ഉറ്റവർ.